സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കേവലം 2 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. ഈ തരുണത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുകയുണ്ടായി. ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേർന്നിരിക്കുന്നത്. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിന് ശേഷം 2 തവണ മന്ത്രിസഭ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഓൺലൈൻ തന്നെയായിരുന്നു. ഇന്നും ഓൺലൈനിലൂടെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരുമെല്ലാം യോഗം ചേർന്നത്. ഈ അവസാന മന്ത്രിസഭാ യോഗം 10 മിനിറ്റ് നേരം കൊണ്ട് കാര്യപരിപാടികൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. പോകുന്ന സമയത്ത്, അതായത് യോഗ നടപടികൾ മന്ത്രിസഭാ യോഗം അവസാനിപ്പിച്ച സമയത്ത് മുഖ്യമന്ത്രി എല്ലാവർക്കും, ഉദ്യോഗസ്ഥന്മാർക്കും കൂടെ സഹകരിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയും ഓൾ ദ ബെസ്റ്റ് പറയുകയും ചെയ്തു. ഫലത്തിൽ അതൊരു വിടവാങ്ങൽ ചടങ്ങ് പോലെയാണ് തോന്നിയത്. ഇനി 5-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരാം എന്നുള്ള ധാരണയിൽ പിരിഞ്ഞു. 2 തീരുമാനങ്ങളാണ് ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ഒന്ന്, വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവർക്ക് ദുരിതാശ്വാസം കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക. അതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മറ്റൊന്ന്, ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും അതും ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി 10 മിനിറ്റ് നേരം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. എൻ്റെ ചോദ്യം, ഇനി 5-ാം തീയതി മന്ത്രിസഭ ചേരും എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തുടർ ഭരണം ആയിരിക്കുമോ, തുടർ ഭരണത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ യോഗം ചേരലായിരിക്കുമോ, അതോ എക്സിറ്റ് പോൾ സർവേകളിൽ സൂചിപ്പിച്ചതുപോലെ UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ അതൊരു വിടവാങ്ങൽ ചടങ്ങായിരിക്കുമോ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് കിസാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായ ശ്രീ PT ജോൺ സാറാണ്. സാറ് ഐതിഹാസികമായ ഡൽഹിയിൽ നടന്ന കർഷക സമരങ്ങളിൽ, തുടർന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ കർഷക സമരങ്ങളിലും നാടിൻ്റെ നാനാവിധമായ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുകയും, ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വന്നതും. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദുരന്തത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം മേപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ദേശീയ ദുരന്തമായോ സംസ്ഥാന ദുരന്തമായോ പ്രഖ്യാപിക്കാത്തതിൻ്റെ പേരിൽ അത്തരം ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ദുരിതാശ്വാസം എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം വ്യാപൃതനാണ്. ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വന്നിരിക്കുന്നു. സാറിന് ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം. സാർ, ഈ വിഷയത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ രീതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, എക്സിറ്റ് പോൾ റിസൾട്ട് കൃത്യമായി മുഖ്യമന്ത്രിക്കും LDFനും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആ റിസൾട്ട് എക്സിറ്റ് പോളിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ബോധ്യം കൊണ്ടാണ് അജണ്ടയൊന്നും വെക്കാതെ കേവലം 2 കാര്യങ്ങൾ മാത്രം ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പറഞ്ഞ് മുഖ്യമന്ത്രി 10 മിനിറ്റ് കൊണ്ട് യോഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന ഒരു ഗുഡ് ബൈ പറച്ചിലാണ്. ഈ ഗുഡ് ബൈ പറച്ചിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഷോക്ക് ആണ് എന്നുകൂടി ആണ് ഞാൻ കാണുന്നത്. കാരണം കേരളത്തിൽ CPM നടത്തിയ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരുതരം ജനങ്ങളുടെ മേൽ കുതിര കയറി നടത്തിയൊരു ഭരണത്തിൻ്റെ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത്. നവകേരള യാത്രയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ മനുഷ്യരോട്, കറുത്ത കൊടി ഉയർത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ മനുഷ്യരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടത്തിയ അതിഭീകരമായ മർദ്ദനങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ചെടിച്ചട്ടി കൊണ്ടും വലിയ മുളവടി കൊണ്ടൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നമ്മൾ സ്ക്രീനിലൂടെ കണ്ടറിഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു ഭരണകൂടത്തിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അന്നുണ്ടായിട്ടുള്ളത്. അതെ,
ആ പ്രതികരണത്തോട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതാണ് എക്സിറ്റ് പോൾ റിസൾട്ടിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷേ ദുരന്തം അതല്ല. ഈ അദ്ദേഹം ഇന്ത്യയിൽ അവശേഷിച്ച ഏക മാർക്സിസ്റ്റ് ഗവൺമെൻറ്, ഏക ഇടതുപക്ഷ ഗവൺമെൻറ്. വെസ്റ്റ് ബംഗാളിൽ, ത്രിപുരയിൽ ഒക്കെ സംഭവിച്ചതുപോലെ തന്നെ കേരളത്തിലും തകർന്നു പോകാവുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ എത്താതെ നോക്കാൻ ചുമതലപ്പെട്ടവനായിരുന്നു അദ്ദേഹം എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹവും പാർട്ടിയും ഈ സംവിധാനം നിലനിൽക്കണം, ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന ബോധ്യത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്നത് എങ്കിൽ മൂന്നാം ഭരണത്തിനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. അതുണ്ടാകാതെ പോയത് കുറേ PR കമ്പനികൾക്കും കുറേ കൺസൾട്ടൻസി ഏജൻസികൾക്കും ഭരണം നടത്താനും നയം തീരുമാനിക്കാനുമായി വിട്ടുകൊടുക്കുകയായിരുന്നു ഭരണകൂടം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭരണകൂടം എന്നത് IASകാരും മന്ത്രിമാരും ഒരു സിസ്റ്റമാണ്. അഡ്മിനിസ്ട്രേഷൻ എന്നത് ആ സിസ്റ്റത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറെ PR കമ്പനികൾക്കും കൺസൾട്ടൻസി ഏജൻസികൾക്കും വേണ്ടി പദ്ധതികൾ, സർക്കാരിൻ്റെ എന്ത് പദ്ധതിയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊരു പങ്കുമില്ല. എവിടെയോ കിടക്കുന്ന കുറേ കൺസൾട്ടൻസി കമ്പനികൾക്ക് കുറേ കാശും കൊടുത്ത് അവർ നടത്തുന്നതാക്കി മാറ്റി. അവരുടെ ഡിസൈൻ അനുസരിച്ചാണ് ഭരണം എന്നത് ഭരണകൂടത്തിൻ്റെ പുറത്തുള്ള ആളുകൾ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് ഭരണം എന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച എബ്രഹാമിനെ പോലെയുള്ള ആളുകളെ ഭരണകൂടത്തിൻ്റെ KM എബ്രഹാമിനെ പോലെയുള്ള ഒരു അഴിമതിക്കാരൻ, വളരെ പ്രകടമായി അഴിമതിക്കാരനാണ് തെളിയിക്കപ്പെട്ട ഒരാൾ കേന്ദ്രീകൃതമായ സ്ഥലത്തിരിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാലും സാധാരണ മനുഷ്യരുടെ സ്ഥിതി എടുക്കുക. മിനിമം വേജസ് എന്നത് തൊഴിലാളികൾക്ക് മിനിമം വേജസ് എന്ന് പറയുന്നത് ഒതുക്കി കൊടുക്കാതിരിക്കുക. കുറഞ്ഞ കൂലിയാണ് ചോദിക്കുന്നത്. കുറഞ്ഞ കൂലി കിട്ടേണ്ട തൊഴിലാളിക്ക് ആ മിനിമം വേജസ് പുതുക്കി കൊടുക്കാതെ എല്ലാ അർത്ഥത്തിലും വലിയൊരു സാറ് പറഞ്ഞു വന്നതുപോലെ എല്ലാ അർത്ഥത്തിലും വലിയൊരു പരാജയമായി. അതായത് ആശാ വർക്കർമാർ എത്ര ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റ് നടയിൽ അവര് രാവും പകലും രാപ്പകൽ സമരം തന്നെയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും കത്തിയാളുന്ന വെയിലത്തും അവരവിടെ നിന്ന് സമരം ചെയ്യുമായിരുന്നു. കണ്ണീർ സമരമായിരുന്നു. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന മുഖ്യമന്ത്രി 100 രൂപ പോലും അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാതിരുന്ന ഈ മുഖ്യമന്ത്രിയും സർക്കാരുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വാരിക്കോരി ക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കൊടുക്കുക, ശമ്പള പരിഷ്കരണം നടത്തുക, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന സർക്കാരാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി ഏതോ PR ഏജൻസികൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതിൻ്റെ ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. 9 വർഷക്കാലം 9 വർഷവും 9 മാസവും ഉറക്കമുളച്ചിരുന്നിട്ട് അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നിട്ട് ബാക്കി കിട്ടുന്ന സമയം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലേക്ക് നീങ്ങുമ്പോൾ വികസന സർക്കാരാണ്, വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു, ജന ഉപകാരപ്രദമായ രീതിയിൽ ഞങ്ങൾ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള PR സ്റ്റണ്ട് മാത്രമായിരുന്നു അത്. ഈ സ്റ്റണ്ടുകൾ ജനം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന് തുടർച്ച കിട്ടിയപ്പോൾ അതിൽ പ്രളയവും നിപ്പയും കോവിഡും എല്ലാം വലിയ ഘടകമായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കിറ്റ് പോലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്ത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത്തരം ഒരു നാടകീയ സംഭവങ്ങളിലൂടെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് അധികാരത്തിൽ വന്നത് എന്നാണ് സാറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. വാസ്തവം അത് തന്നെയാണ്. ഇവിടെയും ഈ ഒരു ദുരന്തം ഇല്ലാതെ പോയി. ഇനി ഒരു തുടർ ഭരണത്തിന് വേണ്ടി അതാണോ ഫലത്തിൽ പിണറായി വിജയന്റെ പരാജയത്തിലേക്ക് കലാശിക്കുന്നത്? ഈ മേഖല ഇതേ ആദിവാസി മേഖലയിൽ ഞാൻ വയനാട്ടിൽ വരുന്ന ഒരാളാണ്. ആദിവാസികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ മരിയനാട് നടക്കുന്നു, ഇരളത്ത് നടക്കുന്നു, കണ്ണൂർ ജില്ലയിൽ ആറളത്തെ വിഷയങ്ങളുണ്ട്, പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലും സമരങ്ങൾ നടക്കുന്നു. ഈ സമരങ്ങൾ നടക്കുന്ന ഒരിടത്തു പോലും 1 സെന്റ് ഭൂമി പോലും ആദിവാസികൾക്ക് പതിച്ചു നൽകാനോ
അവരെ പുനരധിവസിപ്പിക്കാനോ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി വർഗത്തിൻ്റെയും ആദിവാസിയുടെയും ദളിത് പക്ഷത്തുമൊക്കെ എന്ന് പറയുന്ന നിങ്ങളിൽ നിന്ന് കേരളത്തിലെ ദളിത് സമൂഹവും ആദിവാസി സമൂഹവും സമ്പൂർണ്ണമായി നിങ്ങളെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ അന്വർത്ഥമായൊരു കാര്യം സാർ ചൂണ്ടിക്കാണിച്ചു. സാർ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സന്ദർഭോചിതമായി ഒന്ന് പറയട്ടെ. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ അവർക്കുള്ള ദുരിതാശ്വാസ ഭവനങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കാത്തിരുന്നു. സർക്കാരിൻ്റെ വികസന നേട്ടം ജനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എത്തിക്കാൻ വേണ്ടി അത് കാത്തിരുന്നു. അതും PR സ്റ്റണ്ടിന്റെ ഭാഗം തന്നെയാണ്. ആ വീട് കിട്ടിയവരാവട്ടെ അവിടെ താമസിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി, വിള്ളലുണ്ടായി, ചോർച്ചയുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അവർക്കത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. ഇന്ത്യ മുഴുവൻ നടന്ന് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിന് ഇക്കാര്യത്തിൽ എന്താണ് കൂടുതലായി പറയാനുള്ളത്? ആ വിഷയത്തിൽ ആ ദുരന്തത്തെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. വയനാട് ദുരന്തത്തെ, മുപ്പൈനാട് ദുരന്തത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷമാക്കി മാറ്റാനാണ് CPM ശ്രമിച്ചിട്ടുള്ളത്. ഭരണകൂടം അഡ്മിനിസ്ട്രേറ്റീവായി ചെയ്യേണ്ട നടപടികളൊന്നും ചെയ്യാതെ, ഒരു കൊട്ടേഷൻ പോലും, ഒരു ടെൻഡർ പോലും ക്ഷണിക്കാതെ പണം വാരിക്കോരി ഒരാളെങ്കിലും സംഘത്തിന് കൊടുക്കുക, അവർക്ക് വേണ്ടി ഒരു കൺസൾട്ടൻസി, യാതൊരു പ്രാവീണ്യവുമില്ലാത്ത, മുൻപരിചയമില്ലാത്ത ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ വെക്കുക, ഈ കൺസൾട്ടൻസിക്ക് അവരുടെ കാശ് കൊടുക്കുക, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന വീട് സമയത്തിന് കൊടുക്കാൻ പറ്റാതിരിക്കുക, അത് ചോർന്ന് തകരാറാവുക, ഇതെല്ലാം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. അതല്ല അവർ കാണേണ്ടിയിരുന്നത്. സർവം നഷ്ടപ്പെട്ട, ജീവിതം നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട, എല്ലാ സർവസ്വവും നഷ്ടപ്പെട്ടു പോയൊരു ജനതയെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമവും ഉത്തരവാദിത്വമായിരുന്നു ഭരണകൂടം ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതിരിക്കുകയും അതിന് തുരങ്കപ്പാത എന്ന് പറയുന്ന ഒരു സംഭവം വലിയ കൊട്ടിഘോഷിച്ച് വലിയ വികസനമാക്കി കൊണ്ടുവന്നിട്ട് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വന്ന് അവിടെ പിന്നെ പാറ പൊട്ടിക്കൽ, ബ്ലാസ്റ്റിംഗ്, അതൊക്കെ വരാൻ പോകുന്നത് എന്ത് എന്നുള്ളത് ഇനി നമുക്ക് വരുമ്പോൾ കാണാം. പിന്നെ കാരണം പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ സെൻസിറ്റീവായ, വളരെ എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രദേശത്ത് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഈ 2018 മാത്രം ഉണ്ടായിട്ടുള്ളൊരു സംഭവമല്ല. 2024 ഉണ്ടായത് മാത്രമല്ല, ഈ മൂന്നാമത്തെയോ നാലാമത്തെയോ ഉരുൾപൊട്ടലാണ് ആ ബെൽറ്റിൽ, മുണ്ടക്കൈ ബെൽറ്റിൽ നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും തീവ്രതയുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനു മുമ്പ് 16 പേർ മരിച്ചിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സാറ് ഇപ്പോഴും മാധവ് ഗാഡ്ഗിൽ ഇപ്പോഴും അദൃശ്യനായി നിന്ന് കരയുന്നുണ്ടാവും. ഇതൊന്നും ഇവർക്ക് ആർക്കും ഒരു വിഷയമല്ല. അടിസ്ഥാന വർഗത്തിന്റെ സാറ് പറഞ്ഞു തുടങ്ങിയതുപോലെ രക്ഷാപ്രവർത്തനം പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ച് മുഖ്യമന്ത്രി നോക്കിയിരിക്കുമ്പോൾ ആ ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ, റിവോൾവിംഗ് സീറ്റിൽ ഇരുന്ന് മുഖ്യമന്ത്രി ഞാനത് കണ്ടതല്ലേ എന്ന് ധാർഷ്ട്യത്തോടു കൂടി കേരളത്തോട് വിളിച്ചു പറയുമ്പോൾ കേരളം ഇതെല്ലാം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കേരളം ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് പോലെ എല്ലാവരും കൃത്യമായി ഒരു എക്സിറ്റ് പോൾ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളും എല്ലാം അത് കൃത്യമായി ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇതൊരു വിടവാങ്ങൽ പ്രസംഗമായോ അല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വിഷസ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇനി ഞാൻ പടിയിറങ്ങട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാം. പിന്നീട് ഒന്നുകൂടി ചിന്തിക്കാം. രാഷ്ട്രീയം കലകളുടെ സാധ്യതകളാണ്, അല്ലെങ്കിൽ സാധ്യതകളുടെ കലയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കുക. എങ്ങനെയാണ് പെട്ടിയിൽ ജനം വിധി എഴുതി വച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതെന്തായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതകൾ തന്നെയാണ്. അത് ഒരു കാരണവശാലും ഏത് തരത്തിൽ വിധി എഴുതപ്പെട്ടാലും ഇതെല്ലാം സജീവമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നിലനിൽക്കുമ്പോൾ ഇനിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ അത് വലിയൊരു ദുരന്തം തന്നെ ആയിരിക്കുമോ? ഒന്ന്,
കേരളത്തിൽ ഈ സാഹചര്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരാനുള്ള ഒരു സാധ്യതയുമില്ല, യാതൊരു സാധ്യതയുമില്ല. അതെന്തുകൊണ്ടെന്നാൽ അത്രയേറെ ആരെയാണ് നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാണേണ്ടത്? തോട്ടം തൊഴിലാളികളെ, സാധാരണ തൊഴിലാളികളെ, അംഗൻവാടി, ആശാവർക്കർമാരെ, ആദിവാസികളെ, അവരെ ആരെയും നിങ്ങൾ കാണാതിരിക്കുകയും നിങ്ങൾ ഈ PR കമ്പനികളും കൺസൾട്ടൻസി കമ്പനികളും വലിയ ഇപ്പോൾ അഗ്രികൾച്ചർ കാർഷിക മന്ത്രാലയത്തിന്, കൃഷി മന്ത്രാലയത്തിന് 2336 കോടി ഉറുപ്പിക ഏതോ ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ട് വേൾഡ് ബാങ്കോ ADB-യോ ആരെങ്കിലും കൊടുത്തതായിരിക്കും. ആര് കൊടുത്താലും ആ ഫണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഏജൻസിയെ അവർ തന്നെ തീരുമാനിക്കുകയോ ഇവർ ഓപ്റ്റ് ചെയ്യുകയോ ചെയ്യാണ്. ഇസ്രായേൽ ഏജൻസിയാണ് കൺസൾട്ട് ഏജൻസി. ആ ഇസ്രായേൽ ഏജൻസി പറയുന്നത് പോലെ വേണം അത് ചെയ്യാൻ. പണത്തിന് വേണ്ടി ഏത് വേൾഡ് ബാങ്കുകാരൻ്റെയും പോയി കമന്ന് കിടന്ന് കാശ് മേടിക്കുന്ന സ്ഥലത്തിലേക്ക് പ്രസാദിനെ പോലെ, കൃഷിമന്ത്രി പ്രസാദിനെ പോലെ പരിസ്ഥിതി ബോധമുള്ള, കോർപ്പറേറ്റ് വിരുദ്ധ പോരാട്ടത്തിൽ മുമ്പിൽ നിന്നിട്ടുള്ള ഒരു മനുഷ്യന് അങ്ങനെ ആവേണ്ടി വരുന്നത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. അതായത് PM ശ്രീയിൽ പോയി ഒപ്പിടുന്നു എന്ന് പറയുന്നത്, നമ്മൾ PM ശ്രീയിൽ ഒപ്പിടുന്നത് എന്ന് പറഞ്ഞാൽ ഫണ്ടിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ഐഡിയോളജി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു, നിങ്ങളുടെ സിദ്ധാന്തങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. കേരളത്തിലെ പാഠശാലകൾ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് PM ശ്രീയിൽ ഒപ്പിടാതെ മാറി നിന്ന ഒരു അവസാനം രായ്ക്ക് രായ്മാനം ഇരുചെവി അറിയാതെ അതിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ CPIയെ ഏറ്റവും അധികം വേദനിപ്പിച്ച വിഷയം കൂടി തന്നെയായിരുന്നു അത്. ഞാൻ പറയും, ഇത് ഇവരൊക്കെ ഫണ്ട് എവിടുന്ന് കിട്ടിയാലും കിട്ടുന്ന ഫണ്ടിന് വേണ്ടി എന്ത് കരാറിലും ഒപ്പിട്ട് അവർ പറയുന്ന കൺസൾട്ടൻസി ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ബേസ്ഡ് കൺസൾട്ടൻസി കമ്പനി എങ്ങനെ കേരളത്തിൻ്റെ കൃഷി വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വരും? ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി കമ്പനിയാണ് കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ കൺസൾട്ടൻ്റായിട്ട് വന്നിട്ടുള്ളത്. സാർ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായി, അടിസ്ഥാന വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവരുടെ സർക്കാരാണ്, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന് 2 വട്ടം പൂർത്തീകരിച്ച് ഈ സർക്കാർ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി തിരിച്ചു വരുമോ പടിയിറങ്ങുമോ എന്നുള്ള അസന്നിഗ്ധമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ജനം ഇപ്പോഴും ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന രീതിയിൽ വികസനമില്ലായ്മയുടെ തുരുത്തിൽ നിൽക്കുന്നു. മാത്രമല്ല ജനം നിത്യ ദുരിതത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള വിലക്കയറ്റം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും മനുഷ്യനെ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഭാവി അവൻ്റെ മുന്നിൽ ഇപ്പോഴും വലിയൊരു ശൂന്യതയിൽ അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യരുടെ മുന്നിലേക്ക് ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഈ സർക്കാർ ഇനി തിരിച്ചു വരികയാണെങ്കിൽ വരിക എന്നുള്ളതാണ്. എന്തായാലും ഈ സർക്കാർ വന്നാലും അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വന്നാലും അടിസ്ഥാന വർഗത്തിൻ്റെ അല്ലെങ്കിൽ ജനജീവിതത്തിൻ്റെ പുരോഗമനപരമായ കാര്യങ്ങളിൽ അടിസ്ഥാന ജീവിതത്തിൻ്റെ ആണിക്കല്ലുകൾ കണ്ടെത്തി അവിടെ പുരോഗമനം, വികസനം അവന് കഞ്ഞിക്ക് വക കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള യാതൊരു വികസനവും നടത്തിക്കൊണ്ട് കാര്യമില്ല. ഇസ്രായേലോ അല്ല എന്നുണ്ടെങ്കിൽ ഇറാഖോ സൗദി അറേബ്യയോ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അടിസ്ഥാന വർഗത്തെ മറന്നുകൊണ്ട് ഏതെങ്കിലും PR ഏജൻസികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അവരുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ചിട്ട് നാട് നീളം നടന്ന് പ്രഹസനങ്ങളും പ്രസംഗ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളെ മറക്കുക, 48കാരൻ്റെ അകമ്പടിയോടുകൂടി നടക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും വളരെ 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 അകന്നു പോകുന്ന ഭരണാധികാരികൾ ഇനിയും നാട്ടിൽ തിരിച്ചു വരേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയല്ലേ.